ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴാണ് എനിക്കിങ്ങനെ ആത്മവിശ്വാസം വന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ ആഗ്രഹം വരുന്നത്. അപ്പം നമ്മുടെ മീഷോയുടെ ഐറ്റമാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഐറ്റം നമ്മുടെ ഈ ബട്ടർഫ്ലൈയുടെ പാറ്റേണിൽ വരുന്ന വോൾ ഷെൽഫാണ് വന്നിരിക്കുന്നത്. അത് പലതരം വെറൈറ്റി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഓർഡർ ചെയ്ത ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ വരുന്ന വോളിൻ്റെ ഷെൽഫാണ് കേട്ടോ. അതിൻ്റെ പല വെറൈറ്റി വരുന്നുണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ കോംബോ ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ച ഒരു ഐറ്റമാണ് ഇത് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രീൻ ഫ്ലവർ എന്നാണ് പറയുന്നതിന്. ഇത് 6 എണ്ണമാണ് വരുന്നത്. പക്ഷേ എൻ്റെ മക്കളെ ക്വാളിറ്റി സൂപ്പറാണ്. ചെറുതാണ്, മറ്റേ ഷെൽഫിനകത്ത് വെക്കാനുള്ളേ ഉള്ളൂ, എന്തെങ്കിലും ക്വാളിറ്റി സൂപ്പറാണ്. ഞാനത് കുലുക്കിയൊക്കെ നോക്കിയപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഒരു സാധനം ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു മുത്ത് പോലത്തെ ഒരു സാധനം സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി വൈസ് സൂപ്പർ ഒന്നും പറയാനില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഐറ്റാണ്. കാരണം വെച്ചാൽ നമ്മുടെ വാളിലൊക്കെ ഇങ്ങനെ അത് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്കും എൻ്റെ ദൈവമേ എന്ത് സംതൃപ്തി എന്നറിയാവും. ഇപ്പം ഞാൻ ചെയ്യാത്ത എന്താ വെച്ചാൽ നല്ല വാള വീടാണ്. അപ്പോൾ നമ്മൾ വെറുതെ ആണിയൊക്കെ വെച്ച് പിന്നെ പോകാൻ സമയമാകുമ്പോൾ അത് കൂരിയൊക്കെ എടുത്ത് ഡാമേജ് ആക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ ഐറ്റം മക്കളെ സൂപ്പർ ഒന്നും പറയാനില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇപ്പം എത്രയാണെന്ന് ഓർക്കുന്നില്ല, സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ 100 കൂടും, 110 120 അങ്ങനെയാവും. ഇത് ഓൺലൈൻ പേയ്മെൻ്റ് ആയതുകൊണ്ട് 100 താഴെയായിരുന്നു. അപ്പോൾ അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ചാൽ ബ്രഷ് ഹോൾഡറാണ് കേട്ടോ. ഇത് 3 എണ്ണമായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റിക്കറാണ് പുറകിൽ, അത് നമ്മൾ പൊളിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഈ സ്റ്റിക്കറിൻ്റെ ക്വാളിറ്റി കാരണമാണ് നമ്മൾ എന്തായാലും എത്ര വെയിറ്റുള്ള സാധനമാണെങ്കിലും നമ്മൾ ആ ഹോൾഡറിനകത്ത് ഇടുന്നത്. അപ്പോൾ ബ്രഷിനൊന്നും അധികം വെയിറ്റ് ഇല്ലേ പോലും ആ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലാണ്. അതായത് നന്നായിട്ട് ഇപ്പം ഞാനിന്ന് പിടിച്ച് താഴെ വലിച്ചാൽ പോലും, ആ സ്റ്റാൻഡിൽ വലിച്ചാൽ പോലും അത് ഇളകി പോകുന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലാണ് സ്റ്റിക്കർ വരുന്നത്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഭിത്തിയിലാണെങ്കിലും പിന്നെന്തുവാ നമ്മുടെ ടൈലിലാണെങ്കിലും എവിടെ വേണമെങ്കിലും ആ സ്റ്റിക്കർ ഒട്ടിക്കാമെന്നാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. അതും ഒരു അടിപൊളി ഐറ്റമാണ്. അതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അടുത്ത ഐറ്റം വെച്ച് ഇതൊരു മറ്റേ നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീനറിൻ്റെ ടാബ്ലറ്റാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. എന്ന് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഐറ്റം ഉണ്ടെന്ന് അറിഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് വീഡിയോ ഇടാൻ കാരണം ഇത് ഐറ്റം നല്ലതായിരുന്നു കേട്ടോ, കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പർ ഐറ്റം കേട്ടോ. ചെളിയൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഈ തുണിയൊക്കെ ഇട്ട ശേഷവും ഇതിനകത്ത് ചെളികളൊക്കെ അടിഞ്ഞു കൂടി കാണും. അപ്പോൾ പിന്നെയും തുണി ഇട്ട് വരുമ്പോൾ അത് ബ്ലോക്കായി ഇരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ക്ലീനർ ഇട്ടിട്ട് നമ്മൾ സാധാരണ തുണി വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വിച്ച് ഓൺ ആക്കത്തില്ല, അതുപോലെ ഓൺ ആക്കിയാൽ മാത്രം മതി ചെളിയെല്ലാം നമ്മുടെ ഓസിൽ കൂടെ പോകുന്നത് കാണാം. അപ്പം നല്ലൊരു ഐറ്റമാണിത് കേട്ടോ. പിന്നെ അടുത്ത ഒരു ഐറ്റം എനിക്ക് ഐറ്റം ക്വാളിറ്റി വൈസ് സൂപ്പറാണ്, റേറ്റ് വൈസ് സൂപ്പറാണ്. പക്ഷേ ഇച്ചിരിയും കൂടെ വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഈ ഒരു ഐറ്റം കേട്ടോ. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഡെക്കോറാണ് കേട്ടോ. ഇതിപ്പോൾ 4 പീസാണ് വരുന്നത്. ഇതിൽ പലതുണ്ട് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ ഷേപ്പ് വരുന്നുണ്ട്, പിന്നെ വെജിറ്റബിളിൻ്റെ ഷേപ്പ് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വലിയ ഡയലോഗൊക്കെ എഴുതുന്നതാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ച ഐറ്റമാണ് ഇത് കേട്ടോ. ഇത് ക്വാളിറ്റിയൊക്കെ സൂപ്പറാട്ടോ. കട്ടിയുണ്ട്, നല്ല കട്ടിയുള്ള ബോർഡാണ് വരുന്നത് കേട്ടോ. അതിനകത്ത് 4 എണ്ണമാണ് ഞാൻ മേടിച്ചേക്കുന്നത്, 4 എണ്ണത്തിൻ്റെയാണ് മേടിച്ചേക്കുന്നത്. അതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ ഓർക്കുന്നില്ല എത്രയാണ്. അപ്പോൾ 100 താഴെയാണ് എന്തായാലും. അപ്പോൾ ഇത് അത് വെച്ച് നോക്കുമ്പോൾ 100 താഴെന്ന് വെച്ച് നോക്കുമ്പോൾ 4 എണ്ണം ഓക്കെയാണ് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിൽ ഒട്ടിക്കാനല്ലേ, വലിയതൊന്നും വേണ്ടല്ലോ. പക്ഷേ എൻ്റെ ചിന്തയിൽ ഞാൻ ഇച്ചിരി കൂടെ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ക്വാളിറ്റി സൂപ്പറാട്ടോ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലൊന്ന് ഒട്ടിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, നമുക്ക് ഓരോ വീഡിയോ ഞാൻ ഇടുമ്പോഴേക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ എനിക്ക് വ്യൂവേഴ്സിനേക്കാളും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ ഒരു മോട്ടിവേഷനാണ്. ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക മാത്രമല്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളാണ് എൻ്റെ ശക്തി എന്നറിയാമല്ലോ. നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടുമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷനും കൂടെ. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.